നിങ്ങൾ ഈ പുള്ളന്മാരെ ഉണ്ടല്ലേ, നിങ്ങൾ ഇങ്ങനെ പയ്യനല്ല കെട്ടയിച്ച് വിട്ട പോലെ നിങ്ങൾ വിട്ടണ്ട, നിങ്ങൾ ബന്ധത്തിൽ വെക്കി. ഇപ്പൊ കാലി പുള്ളനെ നന്നാക്കാൻ ഉമ്മമാരോട് ഞാൻ പറയാണ്, കാലി കണ്ണു മറിച്ചിട്ട് അങ്ങനെയാ പുള്ളനെ നന്നാക്കുന്നേ. അതിനേക്കാളും വലിയ കോങ്കണ്ണാക്കിയിട്ട് ഉമ്മാനെ പേടിപ്പിക്കുവാൻ ഇപ്പത്തെ പിള്ളമാരെ പഠിച്ച അവലെ. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, മക്കളെ പുള്ളനെ നന്നാക്കുന്ന എങ്ങനെ അടുപ്പിക്കും മക്കളെ. ബാമോനെ ബാ, വീട്ടിക്ക് കയറിയ ഉടനെ ഉപ്പ ചോദിക്കണോ മുഹമ്മദ് ഓൾനോ, മുഹമ്മദ് ഓൾനോ, പോയി കയറി ഉടനെ നിസ്കരിച്ചാരാ. ഓൺക്കപ്പ ആദ്യം തന്നെ അറിയും, ഇത് എപ്പം കേൾക്കുന്ന തന്നെ ഓ നിസ്കരിക്കണമെന്ന് ഉണ്ടായിനി ഓക്ക്. പക്ഷെ ഇയാൾ എപ്പം വന്നിട്ട് ചോദിക്കുന്നത് തന്നെ ഓളോ 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 ഓളണോ എവിടെ ഓളോ എന്താ മൊബൈൽ നോക്കിയാരാ പോയി ചോദിക്കുന്നത്, മൊബൈൽ നോക്കിയേ. ഓനക്ക് ഇത് ആദത്തായി കേട്ട് കേട്ട് മർത്തിന്. മൊബൈൽ നോക്കിയാരാ, നിസ്കരിച്ചാരാ. ഓൻ ഉമ്മാനോട് പോയി പറഞ്ഞ്, നക്ക് നിസ്കരിക്കോ മനസ്സില്ലാണ്ട് എന്തോ അല്ല ഉമ്മ, ഈ അബ്ബടെ കിരിക്കിരി നക്ക് നിസ്കാരമേ വേണ്ട, പോ നക്ക് നിസ്കരിക്കോ മനസ്സുണ്ടു വേണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഓൻ നിസ്കരിക്കാത്ത എന്തുകൊണ്ട് ഉപ്പൻ അങ്ങനെ ആക്കണ്ട, ഓനെ അടുപ്പിക്ക്. ഒന്ന് വീട്ടിൽ കയറിയ ഉടനെ എവിടുണ്ട് മുഹമ്മദ് കിടാവിഞ്ഞപ്പാ എങ്ങനെയുണ്ട് രാത്ത് എന്തെങ്കിലും തിണ്ടേ, അതാ അല്ലേ തിണ്ടേ, എനിക്ക് എന്ത് വേണോ ഇതാ കൊണ്ടുപോയി കൊടുക്ക, എന്തെങ്കിലും ഒന്ന്, എന്തെങ്കിലും. പണ്ടല്ല കൊണ്ടുപോയി കൊടുത്തോണ്ടായി, എന്ത് പണ്ട് ഉപ്പ വരുമ്പോ കടല കൊണ്ടുപോയി മറന്നോ പൊയ്യത്ത വെയിലുകാര്. പഴയ ഉപ്പമാര് പുള്ളോക്ക് പുരക്ക് വരുമ്പോ കൊണ്ടുവരുന്ന എന്തായിരുന്നു, ബട്ടാണി കടല, നിലക്കടല, ഉരിക്കടല. ഇന്ന് കടല ഉരിയോണത്തരുന്നല്ലാതെ ഉരിക്കടല എവിടെ, ഉരിക്കടല, നിലക്കടല അല്ലെ. പിന്നെ മറ്റേതുണ്ടല്ലേ ആ തോല് പൊട്ടിച്ചിട്ട് നിന്നത്, അതിനെന്ത് പറയുന്നേ, അതിനെന്തോന്ന് പറയുന്നല്ലേ, എന്ത് കടല, കോട് കടല, അതന്നെ. പിന്നെ മറ്റേ ബട്ടാണി പച്ചൻ്റെത്, എന്താണ് അതിന്, ചക്കുരു പേര, ചിപ്സ് പേര, മറ്റേ ഇതുണ്ടല്ലേ എന്തത് വെളുത്തത്, അല്ല വെളുത്തല്ലപ്പാ മഞ്ഞോ, ബോട്ടി ഗൂഢം കടലല്ല ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായി, എന്താ പറയാ ബോട്ടി തന്നെ, ബോട്ടി. അതെല്ലാം ഉപ്പ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ ഓൻ എന്ത് രസം. ഓൻ ഉപ്പന്റെ വാക്ക് കേൾക്കാതിരിക്കൂല, ഉപ്പ ഓനെ അടുപ്പിക്കുന്നു. ഓന്റെ അടുത്ത് ഇരുന്നിട്ട് ഉപ്പ കുറെ സംസാരിക്കും. എല്ലാം ആയിട്ട് മോനെ നിസ്കരിച്ച്, ഇല്ലപ്പ ഞാൻ ഇപ്പൊ നിസ്കരിക്കും. അതാ ഇത് പള്ളിന്റെ ബാങ്ക് കേൾക്കാനില്ല, അപ്പോഴേക്ക് ഉമ്മ കേട്ടാലാ ഓലാ കേട്ട് പോണുണ്ട് വിചാരിച്ച നീ ചൊന്നത് കൊണ്ട് അപ്പോണില്ല. ഞാൻ തങ്ങളെ സത്യം പറയാം, അങ്ങനല്ലേ ഇപ്പൊ എന്താ സംഭവം. മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെക്കാളും മക്കളെ നന്നാക്കിയെടുക്കാൻ ഗൊന്തുള്ള നേതാവല്ലേ ഫാത്തിമ ബീവിയെ നന്നാക്കിയെടുത്തില്ലേ ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മക്കളെ നന്നായി. ഇതിപ്പോ ഈ ആര് ആഭാസാക്കുന്ന ആരമക്കോ അല്ലേ, ഒന്നാ ഞങ്ങളെ മക്കോ, ഒന്ന് ആരമക്കോ, ഓരെന്നല്ലേ ഇപ്പൊ മംഗളത്തിന് ആഭാസാക്കുന്നേ. ഓരെ നമുക്കൊന്ന് അടുപ്പിച്ചിട്ട് നന്നാക്കിയെടുത്തെങ്കിൽ ആഭാസോ എല്ലാം നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മോളല്ലേ സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റാ. ഉറക്കെ പറയണം, പോരാ ഞാൻ ചുരുക്കുകയാണ്. സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആരാന്നറിയോ ഉമ്മ? മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാണ്, മഹ്ശരിൽ ഒരു രംഗം വരാനുണ്ട്. അള്ളാഹു ആ സദസ്സിൽ കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് പോകുന്ന ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ നോക്കട്ടെ. ബിസ്മില്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യൗമോ റബ്ബേ, നമുക്കൊന്ന് ദ്വാരക്ക. ഇവിടെ ഒരു മണവാട്ടി ബീവി എന്ന മഹദിയുടെ പിന്നെ ദൊമ്പോ പന്തല്, അതിന്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇരിക്കണേ. ഇതിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ആ പന്തലിൻ ചുവട്ടിൽ ഞങ്ങൾക്കൊരു ചെറിയ ഇടം തരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് പോകുന്ന രംഗ ഇമാമികൾ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മമാരോട് ഞാൻ പറയാം, ഫാത്തിമ ബീവി ഇങ്ങനെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കയറും. മഹാന്മാര് കിതാബിലൊക്കെ എഴുതി വെച്ചത് കാണാൻ, ഞാനിപ്പോ അത് വായിച്ചു പറയില്ല. ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ സ്വവായിഖുൽ മുഅരിക്കയിൽ പറയുന്നുണ്ട്, ഫാത്തിമ ബീവി ഇങ്ങനെ സിറാത്ത് പാലത്തിന് മുകളിൽ കയറുമ്പോ ഒരു വിളി വരും. യാ അഹ്ലൽ ജമാഇ, ഇവിടെ കൂടിയ ആളുകളെ, നക്കിസൂ റൂസക്കും, നിങ്ങൾ എല്ലാരും തല ഒന്ന് താഴ്ത്തി നോക്ക, എല്ലാരും തല കീഴിലിട്ടി നോക്ക. അപ്പോ അവിടെ നിന്ന് ഒരു വിളി വരും.
വഗുല്ലു അബ്സാറഹും, നിങ്ങളെ കണ്ണെല്ലാം ഒന്ന് മുച്ചി നോക്കാം, കണ്ണ് തുറന്നിടണ്ട, തലെല്ലാം ഒന്ന് കീഴാക്കിയിട്ട് കണ്ണൊന്ന് മുച്ചിരി. ഇപ്പൊ ഇവിടുന്ന് വിട്ടുകിടക്കും ഫാത്തിമത്തു ബിന്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ബീവി ഫാത്തിമ ഇപ്പൊ ഇതിലൂടെ വിട്ടുകിടക്കുകയാണ്. ഫാത്തിമ ബീവിയെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നാര്? ഇപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദിന്റെ ബേക്കിൽ ഞാനൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മളെ പുള്ളോ ദപ്പും മുട്ടിട്ട് ആനയിച്ചില്ലേ? എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ ഉമ്മ ശരിക്കും കേട്ടോ, കല്യാണ വീട്ടില് ആണുങ്ങളെ മുന്നിൽ പോയിട്ട് മുഖം വെളിവാക്കിയിട്ട് ആഭാസം കാണിക്കുന്നവരില്ലേ? ഈ സദസ്സിൽ അത്തരത്തിലുള്ള പെൺകുട്ടി ഇല്ല എന്ന് എനിക്ക് 100% അറിയാം. പക്ഷേ എന്റെ വിഷയം അതായതുകൊണ്ട് ഞാൻ അതങ്ങ് ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രമോ. അതേ സ്റ്റേജിൽ കയറിയിട്ട് പുതിയ ആപ്പിളന്റെ കൂടെ നിന്നിട്ട് പുതിയ പെണ്ണിന്റെ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞിട്ട് അന്യ പുരുഷന്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിന് ഫോസ് കൊടുക്കുന്നവരില്ലേ? ഇവരാരാണ്? നിസ്കരിക്കാത്തവരാണോ? ഇവര് ഖുർആൻ ഓതാത്തവരാണോ? ദിക്ർ ചൊല്ലാത്തവരാണോ? തസ്ബീഹ് ചൊല്ലാത്തവരാണോ? സ്വലാത്ത് ചൊല്ലാത്തവരാണോ? റമളാനിൽ നോമ്പ് നോൽക്കാത്തവരാണോ? അല്ല അല്ല, കൃത്യമായും നിസ്കരിക്കുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, ഖുർആൻ ഓതുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, ദിക്ർ ചൊല്ലുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, തസ്ബീഹ് ചൊല്ലുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, സ്വലാത്ത് ചൊല്ലുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്. എന്നാലും ഒരു കല്യാണം നടക്കുമ്പോ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങില് സ്റ്റേജിൽ കയറിയിട്ട് അത് അന്യ പുരുഷനാണ്, പുതിയ ആപ്പിളയെന്ന് പോലും ചിന്തിക്കാൻ മനസ്സ് കാണിക്കാത്ത ചില യുവതികളില്ലയോ? ചില സ്ത്രീകളില്ലയോ? എന്നിട്ട് അന്യ പുരുഷനായ പുതിയ ആപ്പിളന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കുന്ന സ്ത്രീകളില്ലയോ? സർവ ഉമ്മമാര് കേൾക്കാൻ വേണ്ടി പറയാണ്, സർവ സഹോദരിമാര് കേൾക്കാൻ വേണ്ടി പറയാണ്, ഫാത്തിമ ബിന്തു മുഹമ്മദ് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആ ഫാത്തിമ ബീവി സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുന്നത് ആരാണെന്നറിയുമോ? മഅഹാ 70,000 ജാരിയ മിനൽ ഹൂറിൽ ഈൻ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായോടൊപ്പം 70,000 സ്വർഗത്തിന്റെ ഹൂറിൽ ലിസാനുണ്ട്. 70,000 70,000 70,000 സ്വർഗത്തിന്റെ ഹൂറിൽ ലിസാനാണ് ഫാത്തിമ ബീവിനെ ആനയിച്ചിട്ട് സ്വർഗത്തേക്ക് കൊണ്ടുപോണേ. അതുകൊണ്ട് എല്ലാരും തല താഴ്ത്തി നോക്കാ, മുഖം ചിമ്മി നോക്കാ. എന്താ കാരണം? ദുനിയാവിൽ മംഗളത്തിന്റെ പുരക്ക് പോയെങ്കുണ്ടല്ലമ്മ കേൾക്കുണ്ടാവല്ലേ? മംഗളത്തിന്റെ പുരക്ക് പോയെങ്കും എങ്ങനെ പോണറിയമ്മ? ഫാത്തിമ ബീവി മംഗൾ